സ്വർഗീയ പിതാവേ, അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാകിയാൽ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങ് പ്രവർത്തിച്ചിട്ടുള്ള മഹാ അത്ഭുതങ്ങൾക്കായി ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഇസ്രായേൽ ജനത്തെ 40 വർഷം മരുഭൂമിയിൽ അത്ഭുതങ്ങളാൽ അങ്ങ് നടത്തിയല്ലോ. അങ്ങ് ചെങ്കടൽ പിളർന്ന് ജനത്തെ വഴി നടത്തിയവനാണ്. മരുഭൂമിയിൽ കാടപ്പക്ഷിയും മഞ്ഞയും നൽകി ജനലക്ഷങ്ങളെ അങ്ങ് തീറ്റിപ്പോറ്റി. അങ്ങ് പാറ പിളർന്ന് ജനങ്ങൾക്ക് കുടിക്കുവാൻ വെള്ളം നൽകിയല്ലോ. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് ആകാശത്തു നിന്നും തീയിറക്കി. യേശുവേ, അങ്ങ് വെള്ളം വീഞ്ഞാക്കി. രോഗികൾക്ക് അത്ഭുത രോഗസൗഖ്യം കൊടുത്തു. മരിച്ചവരെ ഉയർപ്പിച്ചു. വെള്ളത്തിനു മീതെ നടന്നു. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. അപ്പവും മീനും വർദ്ധിപ്പിച്ചു. അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമേ. അങ്ങ് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങേക്കു ഞാൻ നന്ദി പറയുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.